ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു ആഗമന കാലഘട്ടം നമ്മിലേക്ക് എത്തി നിൽക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മറിയ എലിസബത്തിനെ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭം അവിടെ വിവരിക്കുന്നുണ്ട്. ആഗമന കാലഘട്ടത്തിൻ്റെ തുടക്കം അതുമുതലാണ് ആരംഭിക്കുന്നത്. 2 അസാധ്യതകളുടെ കണ്ടുമുട്ടലായിരുന്നു അവിടെ. എലിസബത്തിൻ്റെ ജീവിതവും മറിയയുടെ ജീവിതവും 2 അസാധ്യതകൾ നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുകയായിരുന്നു. പക്ഷേ ആ അസാധ്യതകൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അവർക്ക് പുതിയ പ്രതീക്ഷകളും ജീവിക്കുവാനുള്ള ഒരു നിശ്ചയദാർഢ്യവുമാണ് ദൈവം നൽകുന്നത്. ആഗമനകാലം നമുക്ക് നൽകുന്ന പ്രതീക്ഷയും അതുതന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ അസാധ്യതകളുടെ മുന്നിൽ നാം പരസ്പരമുള്ള കൂട്ടായ്മ അനുഭവിക്കുമ്പോൾ മുന്നോട്ട് ഗമിക്കുവാനുള്ള ചൈതന്യവും മുന്നോട്ട് നടക്കുവാനുള്ള ആർജവവും ദൈവം പകരുന്നു എന്ന് തന്നെയാണ്. ആഗമന കാലഘട്ടത്തിൻ്റെ മറ്റൊരു സവിശേഷത, ഇരുട്ടിൽ നടന്ന ജനം കണ്ട പ്രതീക്ഷയാണ് ആഗമന കാലഘട്ടം. ഇരുട്ടിൽ നടന്ന ജനം കണ്ട പ്രതീക്ഷ. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ പ്രതീക്ഷയെക്കുറിച്ച് പ്രവാചകൻ പറയുകയാണ്. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. നമ്മുടെ ജീവിതങ്ങളിലെ അന്ധകാരമയമായ ജീവിത സാഹചര്യങ്ങളിൽ നാം കാണുന്ന വെളിച്ചമാണ് ആഗമനത്തിൻ്റെ തുടക്കം. ഒരുപക്ഷെ എല്ലാം അസ്തമിച്ചു പോയി എന്ന് ചിന്തിക്കുമ്പോൾ, എല്ലാം നഷ്ടമായി എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് ചലിക്കുവാനുള്ള ഒരു ശക്തി പകരുന്നതാണ് ആഗമനത്തിൻ്റെ ചൈതന്യം. അന്നത്തെ ജനതയ്ക്കും അതുതന്നെയായിരുന്നു അവസ്ഥ. ചരിത്രബോധം നഷ്ടപ്പെട്ടു പോയ, സാംസ്കാരിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരു ജനതയ്ക്ക് മുന്നോട്ട് നയിക്കുവാനുള്ള പ്രകാശമായിരുന്നു ഈ ആഗമന കാലഘട്ടത്തിലൂടെ ക്രിസ്തു ആ സമൂഹത്തിന് പകർന്നു നൽകിയത്. പ്രിയമുള്ളവരെ, ദക്ഷിണ കേരള മഹായിടവകയും സപ്തപദ്ധതികളിലൂടെ ഈ ജനത്തിൻ്റെ മുൻപിൽ ആഗമനത്തിൻ്റെ സന്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ്. വിശക്കുന്നവർക്ക് അന്നമായി മാറുവാനും, വെയിലേൽക്കുന്നവർക്ക് തണലായി മാറുവാനും, കണ്ണുനീർ തൂകുന്നവർക്ക് ആർദ്രമായി തീരുവാനും നമ്മുടെ മഹായിടവകയും ശ്രമിക്കുകയാണ്. അതിലൂടെ ക്രിസ്തു ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനത്തിൻ്റെ വളർച്ച സമഗ്രമായി നടത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹപൂർണ്ണമായ ഒരു ആഗമന കാലഘട്ടം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ആമേൻ.